ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ഈ ചാപ്റ്ററിലെ എക്സസൈസ് 1.2ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. 1ഉം ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻസ് നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ ഫോളോവിങ് ആർ ഇറാഷണൽസ്. ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക. 1/√2, 7, √5, 6 + √2. നമുക്ക് ചെയ്ത് നോക്കാം. We prove this by using the method of contradiction. നേരത്തെ ചെയ്ത പോലെ തന്നെ റാഷണൽ നമ്പർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു. അസ്യൂം ദാറ്റ് 1/√2 ഈസ് എ റാഷണൽ നമ്പർ. 1/√2 റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ വിചാരിക്കും. ദെൻ 1/√2 ഈക്വൽ ടു റാഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് P/Q എന്ന് വിചാരിക്കാം. അപ്പോൾ HCF ഓഫ് P and Q ഈക്വൽ ടു 1 എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ 1/√2 ഈക്വൽ ടു അത് P/Q ആണ്. √2 ഈക്വൽ ടു Q/P ആയി. ഇതിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തതാണ്. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ √5 ആയിരുന്നു. അവിടെ നമുക്ക് √5 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമുക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് √2 ഈസ് ഈക്വൽ ടു Q/P എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ Q/P ഒരു റാഷണൽ നമ്പറാണ്. പക്ഷേ √2 ഇറാഷണൽ നമ്പർ ആണെന്നുള്ള റിസൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1/√2 ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1/√2 റാഷണൽ ആണെന്ന് വിചാരിച്ച് അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയത് √2 ഈസ് ഈക്വൽ ടു Q/P ആണ്. സിൻസ് LHS ഓഫ് ഇക്വേഷൻ 1 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, √2 ആണ്. Whereas RHS of the equation 1 is a rational number, Q/P ആണ്. The equation 1 contradicts our assumption. Thus, 1/√2 is an irrational number. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 7√5. Prove that 7√5 is an irrational number. We prove this by using the method of contradiction. Assume that 7√5 is a rational number. തൊട്ട് മുമ്പിലെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഇത് സെയിം മെത്തേഡ് തന്നെ അല്ല നമ്മൾ ചെയ്യാം. അപ്പോൾ ഇവിടെ 7√5 നമുക്കിവിടെ റാഷണൽ നമ്പർ ആണെങ്കിൽ 7√5 ഈക്വൽ ടു P/Q എന്ന് എടുക്കുന്നു. അപ്പോൾ വേർ HCF ഓഫ് P and Q ഈക്വൽ ടു 1. 7√5 ഈക്വൽ ടു P/Q ആണ്. ഈ 7നെ മാത്രം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ √5 എന്ന് കിട്ടും. √5 ഈസ് ഈക്വൽ ടു P/7Q എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ √5 കിട്ടി. റൈറ്റ് സൈഡിൽ P/7Q ആണ്. ഇതൊരു റാഷണൽ നമ്പർ ആണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് √5 ആണ്. അത് ഇറാഷണൽ നമ്പറാണ്. സിൻസ് LHS ഓഫ് ദി ഇക്വേഷൻ 1 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, whereas RHS of the equation 1 is a rational number. The equation contradicts our assumption. Thus, 7√5 is an irrational number. നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലവും അതുപോലെ ഇപ്പോൾ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം ഇപ്പോൾ ചെയ്ത ഈ സെക്കൻഡ് പ്രോബ്ലം എല്ലാം നമ്മൾ ഒരേ മെത്തേഡാണ് ഉപയോഗിച്ചത്. ആദ്യം √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്നുള്ളത് മാത്രമാണ് നമ്മൾ വിശദമായിട്ട് √5 മാത്രമായിരുന്നുള്ളതിനെ 2 ഇക്വേഷനൊക്കെ ആക്കി നമ്മൾ ചെയ്തു. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിച്ച് √2ഉം √5 എല്ലാം ഇറാഷണൽ നമ്പർ ആണെന്നുള്ള റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. ഇവിടെ √5 ഇറാഷണൽ നമ്പർ ആണ്, പക്ഷേ P/7Q റാഷണൽ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കിയിട്ട് 7√5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ 6 + √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. വി പ്രൂവ് ദിസ് ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അസ്യൂം ദാറ്റ് 6 + √2 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ 6 + √2 ഒരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കും. അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ 6 + √2 ഈക്വൽ ടു P/Q എന്ന് എഴുതുന്നു. HCF ഓഫ് P and Q ഈക്വൽ ടു 1 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ √2 ഈക്വൽ ടു P/Q മൈനസ് 6 എന്ന് എടുക്കാം. അപ്പോൾ √2 ഈക്വൽ ടു Q ഇൻറ്റു 6 ചെയ്യാം. അപ്പോൾ P - 6
ക്യൂ എന്നായി മാറും. കാരണം ഇതിനെ ക്യൂ ഇൻറ്റു 6 മൈനസ് പി ഡിവൈഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ ക്യൂ എന്ന ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ √2 ഈസ് ഈക്വൽ ടു പി മൈനസ് 6q ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 ആണ്. സിൻസ് LHS of equation 1 is an irrational number, whereas RHS of the equation 1 is a rational number. The equation 1 contradicts our assumption. അതുകൊണ്ട് this 6 plus √2 is an irrational number. അപ്പോൾ 6 plus √2 irrational number ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും √2 നമ്മൾ ഇറാഷണൽ നമ്പർ ആണെന്ന് നമുക്കറിയാം. റൈറ്റ് സൈഡിൽ റാഷണൽ നമ്പറാണ്. അസ്യൂം ചെയ്തത് ഇത് റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ വാല്യൂ നമുക്ക് √2 ഈക്വൽ ടു ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇറാഷണൽ നമ്പറാണ്.